ഹലോ, കൽപ്പാത്തിയിൽ ഇന്ന് രഥോത്സവത്തിൻ്റെ 1-ാം ദിനമാണ്. 3 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തുടക്കമെന്നോണം ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങ് രഥാരോഹണമാണ്. 3 രഥങ്ങളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന തേരുകളിൽ വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളായ ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരുടേതുമാണ്. രഥങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. രഥങ്ങളിലെല്ലാം പല പഴങ്ങളും നമുക്ക് കാണാൻ കഴിയും. കുറച്ച് കുട്ടികളും രഥത്തിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായി അലങ്കരിച്ച രഥത്തിൻ്റെ മാറ്റ് കൂട്ടാനായി ഏറ്റവും മുകളിലായി കൊടി നന്നായി പാറുന്നുണ്ട്. രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയിലാണ് രഥാരോഹണം. ഇന്ന് എൻ്റെ ഒരു സോളോ ട്രിപ്പായിരുന്നു കേട്ടോ കൽപ്പാത്തിയിലേക്ക്. ഞാൻ 10 മണിക്ക് എത്തി. അപ്പോഴേക്കും അവിടെ തിരക്കുകളെല്ലാം തുടങ്ങി കഴിഞ്ഞിരുന്നു. നിറയെ ആൾക്കാർ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ തൊഴുതുമടങ്ങുന്ന ഭക്തരുണ്ട്, വിദേശികളുമുണ്ട്. ഏകദേശം 11 മണിയോടുകൂടി ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. പൂഴിയിട്ടാൽ വീഴാത്ത വിധം തിരക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ 3 തേരുകളെയും ഒരുമിച്ച് കാണാനുള്ള സൗകര്യത്തിന് എല്ലാവരും അവരവർക്ക് പറ്റിയ സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു. സീറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിൽക്കാനുള്ള സ്ഥലമാണ്. ഇങ്ങനെ പട്ടുകൊണ്ട് മറച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രഥാരോഹണം തുടങ്ങാനായി എന്ന്. രഥാരോഹണ ചടങ്ങിനായിട്ട് സജ്ജനാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തേരിൻ്റെ മുകളിലെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൂടി ആയതിനാൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്നു. കുറഞ്ഞ സമയത്തിൽ ഏറ്റവും ചെറിയ സ്ഥലപരിധിയിൽ ഒരു വലിയ ജനസമുദ്രത്തെ നേരിട്ട് കാണാനും സമ്പർക്കത്തിലേർപ്പെടാനും ഇതവർക്ക് നല്ലൊരവസരമാണ്. ഞാൻ ഇവിടെയായിരുന്നു കേട്ടോ സീറ്റ് പിടിച്ചത്. 3 രഥത്തിൻ്റെയും ഏകദേശം സെൻറ്ററിലായിട്ട് വരും ഞാൻ നിൽക്കുന്ന ഭാഗം. എൻ്റെ ചുറ്റും നിറയെ ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ നിന്നാൽ മാത്രമേ ഏകദേശം 3 രഥങ്ങളും ഒരുപോലെ കാണാൻ കഴിയുള്ളൂ. സമയം 11 മണിയാണെങ്കിലും നല്ല വെയിലും ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുടെ കയ്യിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ കാണുന്നുണ്ടാവും. അതിവിടെ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ന്യൂസ് പേപ്പർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് വലിയൊരു ഉപകാരമായിരുന്നു എല്ലാവർക്കും. ന്യൂസ് പേപ്പർ വീശിക്കൊണ്ടാണ് മിക്കവാറും പേരും താൽക്കാലിക ആശ്വാസം കണ്ടെത്തിയത്. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ രഥാരോഹണം എന്ന ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നവരാണ് കേട്ടോ. ഒരുപാട് പ്രാർത്ഥനയോടെയും ഭക്തിയോടും കൂടി നമ്മൾ ആരാധിക്കുന്ന ദേവതകളെ തേരിൽ കാണാനുള്ളൊരു അടങ്ങാത്ത ആഗ്രഹം. ആദ്യം ഗണപതി സ്വാമിയുടെ രഥാരോഹണ ചടങ്ങായിരുന്നു നടന്നത്.
അങ്ങനെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഗണപതി സ്വാമിയെ രഥാരോഹണം ചെയ്തു. എല്ലാവരും ഭക്തിയോടുകൂടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അടുത്തതായി സുബ്രഹ്മണ്യസ്വാമിയുടെ രഥാരോഹണമാണ് നടന്നത്. പ്രാർത്ഥനകളുടെയും ആർപ്പുവിളികളുടെയും ഇടയിൽ അതും വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ മൂന്നാമതായി വിശ്വനാഥ സ്വാമിയുടെ രഥാരോഹണ സമയമായിരുന്നു കേട്ടോ. എന്നാൽ അതിനിടയിൽ ഗണപതിയുടെ തേര് വലിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു. രഥം യാത്ര തുടങ്ങിയപ്പോൾ അവിടെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടു. സ്ഥലപരിമിതിയും ആൾക്കാരുടെ പോക്കുവരവും ഒരു വലിയ തിരക്കിന് കാരണമായി. ഗണപതിയുടെ രഥം നീങ്ങുന്നതിനനുസരിച്ച് തിരക്കും കൂടിക്കൂടി വന്നു. രഥം നീങ്ങിത്തുടങ്ങിയപ്പോൾ വിശ്വനാഥ സ്വാമിയുടെ രഥാരോഹണവും നടന്നു. അങ്ങനെ രഥോത്സവത്തിൻ്റെ ഭാഗമായ രഥാരോഹണത്തിൻ്റെ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി നടന്നു. പിന്നീട് അവിടെ കണ്ട കാഴ്ച തിരക്കിൽ നിന്നും ഏതു വിധേനയും പുറത്തു കടക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. തേരിൻ്റെ ഒന്നാം ദിനം തന്നെ ഇത്ര തിരക്കാണെങ്കിൽ മൂന്നാം ദിനത്തിലെ തിരക്കിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. രഥോത്സവത്തിൽ പങ്കെടുക്കാനും ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കാണാൻ കഴിയാത്തവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ രഥോത്സവ ആശംസകൾ.